പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വിഷുവല്ലേ? നിങ്ങളെല്ലാം വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അടിച്ചു പൊളിക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കഥകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഏതായാലും നമുക്കിന്ന് മല്ലൻ്റെയും മാധവൻ്റെയും കഥ പറയാം. ഒരിടത്തൊരിടത്ത് മല്ലനെന്നും മാധവനെന്നും പേരായ രണ്ട് ഉറ്റ ചങ്ങാതിമാരുണ്ടായിരുന്നു. ബാല്യം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരായിരുന്നു അവർ. ഊണിലും ഉറക്കത്തിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാവരും ഒന്നിച്ചു തന്നെയായിരുന്നു. ഇത് കണ്ട് ആ നാട്ടുകാർക്ക് വലിയ അസൂയയായി. ഇവരെ തമ്മിൽ പിണക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ ഒന്നും ഫലിച്ചില്ല. അധ്വാനിച്ച് ജീവിക്കുന്നതിൽ അഭിമാനമുള്ളവരായിരുന്നു മല്ലനും മാധവനും. പണിയെടുക്കാതെ അവർ കാശ് വാങ്ങുന്ന പ്രശ്നമില്ല ആരോടും. എത്ര കഠിന ജോലിയായാലും അവർക്കത് പ്രശ്നമല്ല. കിണർ കുഴിക്കാനും കുളം തേവാനും കുഴി വെട്ടാനും എല്ലാം മല്ലനും മാധവനും എപ്പോഴും തയ്യാറാണ്. തങ്ങൾക്ക് അർഹതപ്പെട്ടത് ദൈവം തരും എന്ന വിശ്വാസക്കാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ മുതലാളിമാർ കൊടുക്കുന്ന പണം തുല്യമായി അവർ വീതിച്ചെടുക്കുകയാണ് പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മല്ലനും മാധവനും തമ്മിൽ പിണങ്ങാനിടയായി. അവർ ദൂരെയുള്ള ഗ്രാമത്തിൽ പണിക്ക് പോയി. പണി തീരാൻ വൈകിയതിനാൽ മടക്കയാത്രയും താമസിച്ചു. പണം രണ്ടായി വീതിച്ച് രണ്ടുപേരും തങ്ങളുടെ മുണ്ടിൻ്റെ കോന്തലയിൽ കെട്ടിവെച്ചു. വഴിമധ്യേ ഒരു കാട് കടന്നു വേണമായിരുന്നു അവർക്ക് പോകേണ്ടത്. കാടിനുള്ളിൽ പ്രവേശിച്ചതും നേരം നന്നായി അങ്ങ് ഇരുട്ടി. സിംഹവും നരിയും പുലിയും ഒറ്റയാനുമൊക്കെയുള്ള കാടാണതെന്ന് അവർക്ക് മുന്നേ അറിയാമായിരുന്നു. അതുകൊണ്ട് പേടിച്ചാണ് അവർ അതിലൂടെ മുന്നോട്ട് നടന്നത്. മല്ലൻ്റെ കയ്യിൽ മാധവൻ പിടിച്ചു. അവർ പരസ്പരം സമാധാനിപ്പിച്ചു. ചങ്ങാതി, ഈ സ്ഥലം അത്ര സുരക്ഷിതമല്ല. ദുഷ്ടമൃഗങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും മൃഗം നമ്മെ ആക്രമിക്കാൻ വന്നാൽ നീയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒന്നിച്ചു തന്നെ, മല്ലൻ പറഞ്ഞു. അതിൽ സംശയിക്കാനൊന്നുമില്ല, തീർച്ചയായും, മാധവൻ മറുപടിയും പറഞ്ഞു. അവർ വീണ്ടും കുറേ ദൂരം നടന്നതും പെട്ടെന്ന് നിന്നു. മല്ലൻ കണ്ടു തങ്ങളുടെ തൊട്ടടുത്തായി പൊന്തക്കാടിനുള്ളിൽ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ. പുറകെ ഗിർറെന്ന അലർച്ചയും. അവർ പേടിച്ചരണ്ട് നിൽക്കെ പൊന്തയിൽ നിന്ന് ഒരു പുലി പുറത്തു വന്നു. അവൻ മല്ലനെയും മാധവനെയും തുറിച്ചു നോക്കി നിന്നു. അത് കണ്ട് പരിഭ്രമത്തോടെ മല്ലൻ പറഞ്ഞു, മാധവ, കാര്യങ്ങളൊക്കെ കുഴപ്പമായി. ഈ പുലി ഇപ്പോൾ നമ്മളെ തിന്നും. ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാൽ മാധവൻ്റെ മറുപടി ഉണ്ടായില്ല. കൂട്ടുകാരൻ എവിടെയെന്ന് തിരിഞ്ഞു നോക്കിയ മല്ലൻ അമ്പരന്നു പോയി. പുലിയെ പേടിച്ച് മാധവൻ തൊട്ടടുത്തുള്ള മരത്തിൽ കയറിയിരിക്കുന്നു. ആപൽഘട്ടത്തിൽ ചങ്ങാതി തന്നെ കൈവിട്ടതോർത്തപ്പോൾ മല്ലന് വല്ലാത്ത സങ്കടം തോന്നി. എങ്ങനെയും പുലിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മല്ലൻ ചിന്തിച്ചു. സ്വയം കൊന്നു തള്ളുന്ന ഇരകളെ മാത്രമേ പുലികൾ തിന്നാറുള്ളൂവെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തന്ത്രം പ്രയോഗിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. മല്ലൻ എന്തു ചെയ്തു? അവിടെ തന്നെ മലർന്നൊരു കിടപ്പങ്ങ് കിടന്നു. പുലി ആർത്തിയോടെ മല്ലൻ്റെ അടുത്തെത്തി. ശ്വാസമടക്കി അനങ്ങാതെ കിടക്കുന്ന മല്ലന് ചുറ്റും പുലി ഒന്ന് മണപ്പിച്ചുകൊണ്ട് 1-2 വട്ടം നടന്നു. മല്ലൻ ചത്തുകിടക്കുകയാണെന്ന് കരുതിയ പുലി നിരാശയോടെ മടങ്ങിപ്പോയി. പുലി സ്ഥലം വിട്ടതും മാധവൻ മരത്തിൽ നിന്നിറങ്ങി വന്ന് ചങ്ങാതിയോട് ചോദിച്ചു, ചങ്ങാതി, പുലി നിന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറയുന്നത് കേട്ടല്ലോ, എന്താണത്? അതോ, ആപൽഘട്ടത്തിൽ ഒപ്പം നിൽക്കാത്തവൻ ചങ്ങാതിയേ അല്ല എന്നാണ് പുലി പറഞ്ഞത്. മല്ലന് എല്ലാം മനസ്സിലായി. മല്ലൻ അവിടം വിട്ടുപോയി. അതിൽ പിന്നെ ഗ്രാമീണരാരും മല്ലനെയും മാധവനെയും ഒന്നിച്ച് കണ്ടിട്ടില്ല.
കഥ എങ്ങനെ? കൊള്ളാമോ കുട്ടികളെ? കൊള്ളാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു കഥയുമായി വരാം കേട്ടോ.